ഏതായാലും ഗായകനെ ഒരു ചവിട്ടിത്തിരുമ്പ് നടത്തി ഞാൻ ഒരെണ്ണം വരെ എത്തിച്ചിട്ടുണ്ട്. എവിടെ? അത് ഞാനിപ്പോ പറയില്ല. ആ റാണിയെ ഗായകനിൽ നിന്ന് രക്ഷിച്ചല്ലോ. കൺഗ്രാജുലേഷൻസ്. പാട്ട് കഴിഞ്ഞോണ്ടേ ഈ കാട്ടുമകന്റെ ഗ്യാസ് പോയി. വലിയ ആളെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പാവ കൊണ്ടുവന്ന് റാണിയുടെ കയ്യിൽ സമ്മാനമായി കൊടുത്തിട്ട് അയാൾ സ്ഥലം വിട്ടു. എന്തോ സമ്മാനമായിട്ട് കൊടുത്തു? ഒരു പാവ. ആര് കൊടുത്തു? ഈ കാട്ടുമാക്കന്റെ. എന്നിട്ട് അവൾ ആ പാവയും കൊണ്ടെടുത്തു. അവൾ റൂമിലേക്ക് പോയി. അയ്യോ, ഈ പാവയുടെ പുറകിൽ ഒരു ചതിയുണ്ട്. നോക്കട്ടോ. ഇതാണോ കാട്ടുമാക്കുന്ന സമ്മാനം? അതെ. എങ്ങനെ ഇരിക്കുന്നു സമ്മാനം? എന്താ ഇത്? ടൈം ബോംബ്. റാണി, നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് കാട്ടുമാക്കൻ നിനക്ക് സമ്മാനം കൊണ്ടുതന്നത്. അയാൾ എന്നെ എന്തിനാ കൊല്ലുന്നത്? ഗോപിക്ക് വേണ്ടി. ഞാനും രാജേന്ദ്രനും കൂടി പല പ്രാവശ്യം നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. നീ പോലും അത് അറിഞ്ഞിട്ടില്ല. റാണി ഇനി ഈ ഹോട്ടലിൽ താമസിക്കുന്ന അപകടമാണ്. ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് പോവില്ല. എന്തുകൊണ്ട്? ഞാൻ ഇവിടെ താമസിക്കുന്നത് ഒരു പ്രതികാരത്തിന് വേണ്ടിയാണ്. പ്രതികാരം? അതെ. എന്താ അത്? തുറന്നു പറയൂ. സഹായിക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ രാധിക ആരാണെന്ന്? രാധികയും ഞാനും ഇരട്ട പ്രസവിച്ച സഹോദരികളാണ്. എന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ മിസ്റ്റർ മേനോനും ചേർന്ന് കള്ളക്കടത്തിൽ ധാരാളം പണം സമ്പാദിച്ചു. അന്ന് അച്ഛനും അച്ഛന്റെ കൂട്ടുകാരനും പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയതാണ് ഈ ഹോട്ടൽ. അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പത്തിലെ എന്നെയും രാധികയും അച്ഛൻ ഡാൻസ് പഠിപ്പിച്ചു. തയ്യം തത്ത തയ്യം ദാഹ തയ്യം തത്ത തയ്യം ദാഹ തയ്യം തത്ത തയ്യം ദാഹ തയ്യം തത്ത തയ്യം ദാഹ തൈ 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 തിഗരെ തൈ തൈ തിഗരെ തൈ തൈ തിഗരെ തൈ തിഗരെ തൈ തിഗരെ തൈ തിഗരെ തൈ 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 തിഗരെ തൈ തൈ തിഗരെ തൈ. തീരെ പ്രതീക്ഷിച്ചിരിക്കാതെയാണ് അച്ഛനെയും മേനോനെയും കള്ളക്കടത്തിന്റെ പേരിൽ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയത്. അന്ന് അച്ഛന്റെ വിശ്വസ്തരായ അനുചരന്മാരായിരുന്നു ഗോപിയും വാസുവും. Yes. Yes. I see. എന്താ സാർ, കേസിന്റെ വിധി നമുക്ക് അനുകൂലമല്ലേ? അനുകൂലമല്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ എനിക്ക് ജയിലിലും പോകേണ്ടി വന്നേക്കും. എന്റെ വക്കീൽ തന്നെ എന്നെ ചതിച്ചു. മിസ്റ്റർ മേനോന്റെ മരണത്തിൽ എനിക്ക് പങ്കിട്ടത്രേ. കേസിൽ നമ്മൾ തോറ്റുപോയി പറയൂച്ചാ, എസ്റ്റേറ്റ് നമുക്ക് നഷ്ടപ്പെടുവോ? ദൈവം പോലും നമുക്കിപ്പോൾ എതിരാ. ഈ കേസ് തോറ്റതുകൊണ്ട് എതിരാളികൾ കൊടുത്ത ക്രിമിനൽ കേസിന്റെ ബലം കൂടും. എന്റെ അച്ഛൻ ജയിലിൽ പോകുമോ? പറയൂച്ചാ, എന്റെ അച്ഛൻ ജയിലിൽ പോകുമോ? ഹോട്ടൽ ഗോപിയുടെ പേരിൽ എഴുതി വെച്ചു. കയ്യിലുണ്ടായിരുന്ന പണത്തിന് വിലപിടിപ്പുള്ള രത്നങ്ങൾ വാങ്ങി. ആ രത്നങ്ങൾ എവിടെയാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഇതിനിടയിൽ മേനോൻ എങ്ങനെയോ മരണപ്പെട്ടു. എന്തെല്ലാം ബുദ്ധി പ്രയോഗിച്ചിട്ടും അച്ഛൻ കേസിൽ പ്രതിയായി. ഞാൻ വക്കീലിനെ കണ്ടു. കേസിന്റെ നില നമുക്ക് അനുകൂലമല്ല. എങ്കിലും അയാൾ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളൊരു ഭയങ്കര അത്യാഗ്രഹിയാണ്. വക്കീൽ ഫീസായിട്ട് 50,000 രൂപ ചോദിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷപ്പെടുത്തണം. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. വക്കീലിനെ കാണാൻ കൂടെ കൂടെ എറണാകുളത്തേക്ക് പോകേണ്ടി വരും. എല്ലാം ഗോപി നോക്കിയച്ചാൽ മതി. ഗോപി എനിക്ക് വിശ്വാസമാണ്. അതെനിക്കറിയാം. ഈ മുദ്രപത്രത്തിൽ ഒന്ന് ഒപ്പിട്ടേക്കും. കേസിന്റെ ആവശ്യത്തിലേക്കാണ്. അങ്ങനെ ജാമ്യത്തിലിറങ്ങിയ അച്ഛൻ കേസ് തീരുന്നതിന് മുമ്പ് മരിച്ചു. ആ മരണത്തെപ്പറ്റി ഇന്നും എനിക്ക് സംശയമുണ്ട്. ഏറെ താമസിയാതെ ഹോട്ടലും സ്വത്തുക്കളും ഗോപിയുടെ കയ്യിലായി. വാസുവിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് രാധിക പ്രതീക്ഷിച്ചു. അതിനുവേണ്ടി
അകലെ അവൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് രാധിക ഒരു ദിവസം പോയി. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഡ്രിങ്ക്സ് മാത്രമേ ഈ സമയത്ത് സപ്ലൈ ചെയ്യാനുള്ളൂ. എങ്ങനൊരു ഹാഫ് ബോട്ടിൽ ബ്രാൻഡി കൊണ്ടുവരും. ബ്രാൻഡിയോ? എന്തിനാ? രാധികേ, നിനക്ക് അല്പം പനിയുണ്ട്. ഒരൗൺസ് ബ്രാൻഡ് കഴിച്ചുകൊണ്ട് കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങാം. രാവിലെ എണീക്കുമ്പോൾ പനി വിട്ടിരിക്കും. എനിക്ക് വേണ്ട, ഞാൻ അതൊന്നും കഴിച്ച് ശീലിച്ചിട്ടില്ല. മദ്യമായിട്ടല്ല, ഒരു മരുന്നായിട്ട് കഴിക്കാനാണ് ഞാൻ പറയുന്നത്. എന്തായിട്ടാണെങ്കിലും എനിക്ക് വേണ്ട. എങ്കിൽ ശരി, ഞാൻ പോയി കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞിട്ട് വരാം. ഇനിയും സംശയമോ? അത് പൈനാപ്പിൾ ജ്യൂസാണ്. കഴിച്ചാട്ടെ. ഇനി ഇങ്ങോട്ട് കിടന്നാ കിടക്കൂ. വേണമെന്ന് കരുതി ചെയ്തതല്ല. ഏതായാലും സംഭവിച്ചു പോയി. ഗോപിയെക്കാളും വലിയ ചതിയനാണ് നിങ്ങൾ. എന്റെ ജീവിതമാണ് നിങ്ങൾ തൊലിച്ചത്. വിഡ്ഢിത്തം പറയാതെ ഇങ്ങനെയൊന്നും സംഭവിച്ചെന്ന് വെച്ച് ജീവിതം നശിക്കുക. അങ്ങനെയാണെങ്കിൽ നശിക്കാത്ത ജീവിതമേ ഈ ഭൂമിയിൽ. കഴിഞ്ഞത് കഴിഞ്ഞു. നോക്കൂ, എന്നെ വിവാഹം കഴിക്കുമ്പോ. വിവാഹം എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങ് മാത്രമാണ് രാധിയെ. മനസ്സുകൊണ്ട് നിന്നെ ഞാൻ എന്റെ ഭാര്യയായി എന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. സത്യമാണ് നിങ്ങൾ പറയുന്നത്. എന്നെ വിശ്വസിക്കൂ. വിവാഹം നാളെ തന്നെ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് എന്താണ് പറയൂ. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിന്റെ അച്ഛൻ കാരണം ആ ഗോപി വലിയൊരു പണക്കാരനായി. അവനൊരു സ്റ്റാർ ഹോട്ടലിന്റെ ഉടമസ്ഥനാണ്. പക്ഷെ എന്റെ സ്ഥിതി നീ ഒന്ന് മനസ്സ് വെച്ചാൽ എനിക്കും ആ നിലയിലെത്താം. എന്താ നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം? മനസ്സിലായില്ലേ? നീ എനിക്ക് വേണ്ടി എന്റെ 2-3 സുഹൃത്തുക്കളെ ഒന്ന്. നീ എന്നെ വേശിയാക്കിയിട്ട് സ്വയം സിമ്പിളായി ജീവിക്കാൻ നോക്കുകയാണല്ലേ? യതീന്ദ്രനാഥിന്റെ മോളുടെ ചെരുപ്പ് പോലും വ്യവചാരത്തിന് കൂട്ടു നിൽക്കുന്നത് പട്ടി. ഇനി കരഞ്ഞിട്ടെന്താണ് ഫലം? വളരെ താമസിച്ചു പോയി. രാധികെ, നീ എന്നോടെല്ലാം നേരത്തെ തുറന്നു പറയണമായിരുന്നു. എനിക്ക് ധൈര്യമുണ്ടായില്ല. അറിയാതെയാണെങ്കിലും അത്രയ്ക്ക് കടുത്ത തെറ്റല്ലേ ഞാൻ ചെയ്തത്. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് അതിരുകളില്ല അനിയത്തി. നിന്റെ നന്മകളെ മാത്രമല്ല, നിന്റെ തിന്മകളെയും ഞാൻ സ്നേഹിക്കുന്നു. എന്നെ കൊന്നുകളയ ചേച്ചി. ഞാനിനി എന്തിനു ജീവിക്കണം? നീ ജീവിക്കണം. നീ മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഇനി ഒരേ ഒരു പ്രതീക്ഷ. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിരിക്കണം നിന്റെ ജീവിതം. ചേച്ചി, കരയാതെ. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വിചാരിക്കും. ഇനി സംഭവിക്കാനൊന്നും ബാക്കിയില്ലല്ലോ ചേച്ചി. നീ പ്രസവിക്കും. ആ കുഞ്ഞ് എന്റെ കുഞ്ഞാണെന്ന് ഞാൻ ലോകത്തോട് പറയും. നിന്നെ കോളേജിൽ വിട്ട് പഠിപ്പിക്കും. പഠിച്ചു മിടുക്കിയായി നീ വലിയ നിലയിലെത്തും. അതാണ് ഇനിയത്തെ എന്റെ സ്വപ്നം.
അവൾ പ്രസവിച്ച കുഞ്ഞാണ് ബിന്ദു. പ്രസവത്തിന് ശേഷം ഞാൻ രാധികയെ കോളേജിൽ അയച്ച് പഠിപ്പിച്ചു. നൃത്തം ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ട് അമ്മയും മകളെയും ഞാൻ സംരക്ഷിച്ചു. മകളെ കാണാൻ ഇടയ്ക്കിടെ രാധിക ഇവിടെ വരുമായിരുന്നു. വന്നാൽ എന്റെ മുറിയിലാണ് താമസിച്ചിരുന്നത്. നൃത്തം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ മുറിയിൽ ചെന്നപ്പോൾ പോയോ? അങ്ങനെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എല്ലാത്തിന്റെയും പുറകിൽ ഗോപിയുടെയും വാസുവിന്റെയും കൈകൾ ഉണ്ടായിരുന്നു. നിസ്സഹായ എനിക്ക് ഇന്നുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്റേതായ ഒരു ദിവസം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അന്ന് ഞാൻ പ്രതികാരം ചെയ്യും. റാണി, നീ ധൈര്യമായി നിൽക്ക്. ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്നു മുതൽ നമ്മളൊരു കുടുംബമാണ്.